വയനാട് അമരക്കുനിക്ക് സമീപം വീണ്ടും കടുവയെത്തി. അമരക്കുനിക്കും ദേവർഗതയ്ക്കും സമീപം കൂട്ടിൽ കെട്ടിയ ആടിനെ കടുവ കൊന്നു. അമരക്കുനിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പ്രദേശത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കമൽ ചേരുന്നുണ്ട്. കമൽ, വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. അതിനിടയിലാണ് വീണ്ടും ഒരു ആടിനെ കൂടി കടുവ കൊന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഇന്നലെ വനംവകുപ്പ് പൂർണ്ണ സജ്ജരായി ഇന്നലെ കടുവയ്ക്കായി തെരച്ചിൽ നടത്തിയിരുന്നു. ഉങ്കിയാനകളെ അടക്കം പ്രദേശത്ത് എത്തിച്ചിരുന്നു. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം 3 ടീമുകളായി തെരഞ്ഞായിരുന്നു തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഇന്നലെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. പക്ഷെ ഇന്ന് പുലർച്ചെ വീണ്ടും കടുവ അവിടെ എത്തി ഒരു ആടിനെ കൊന്നിരിക്കുകയാണ്. അമരക്കുനിയിൽ നിന്ന് അല്പം മാറി ഒരു 1.5 കിലോമീറ്റർ അകലെ ദേവർഗദ്ദയ്ക്കും അമരക്കുനിയിലും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് നെടിയകാലയിൽ കേശവൻ എന്ന ആളുടെ ആടിനെ പുലർച്ചെ കടുവ കൊന്നത്. എന്തായാലും വനംവകുപ്പിന്റെ ഫുൾ ടീം അവിടെ തന്നെ ഉള്ളതുകൊണ്ട് പുലർച്ചെ തന്നെ അവിടെ എത്തി കൂട് സ്ഥാപിച്ചു. മാത്രമല്ല തെരച്ചിലും തുടങ്ങിയിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് കൊണ്ട് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം കുറച്ചുകൂടി എളുപ്പമാകുമെന്നാണ് കരുതുന്നത്. ഇന്ന് രാവിലെ കടുവയെ പിടികൂടാൻ സാധിക്കുമെന്നൊരു ഉറപ്പുണ്ടോ, ആത്മവിശ്വാസമുണ്ടോ അവർക്ക്? ജയലക്ഷ്മി, ഇന്നലെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനാകാത്തതായിരുന്നു ഒരു പ്രധാന തടസ്സം. ഇന്നെന്തായാലും കടുവ ആടിനെ കൊന്നിരിക്കുന്നു. ആ പ്രദേശത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ തെരച്ചിലിൽ കടുവയെ കണ്ടെത്താനും മയക്കുവെടി വെക്കാനും കഴിയും എന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം ഉള്ളത്. രാവിലെ തന്നെ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ശരി കമൽ, എന്തായാലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കമലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.